ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കാൻ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തീരുമാനമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ടിക്കറ്റ് എക്സാമിനർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് ഈ ബജറംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഒരു കേസുമില്ല. ഈ പ്രശ്നം അവസാനിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്ത് ഈ ബജറംഗ് ദൾ പ്രവർത്തകർ നിയമം കയ്യിലെടുത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു കേസ് ഉണ്ടാകുന്നില്ല. അവർക്ക് ആരെയും ആക്രമിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സനീഷ്, ഇതിപ്പോൾ 2014 അതായത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഒരു വർഷം ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഈ അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ എണ്ണം 147 2024 ആകുമ്പോഴേക്ക് അത് 834. അത്ര വലിയ വർധനമാണ് എന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അക്രമ സംഭവങ്ങൾ ധാരാളം വേറെ നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഡൽഹിയിലടക്കം എത്രയോ പള്ളികൾ അഗ്നിക്കിരയാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ സഭ അതിനകത്ത് ഈ കാസ പോലുള്ള തീവ്രവാദികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്. അതിനപ്പുറത്ത് സഭാ നേതൃത്വത്തെ വേറൊരു തരത്തിൽ അവരുടെ ഒരു ദൗർബല്യമായോ അവരുടെ ഒരു നിസ്സഹായതയായോ ഒക്കെ ഈ സാഹചര്യത്തെ കണക്കാക്കണമെന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്നുണ്ട് പലയിടത്തും. ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള ഭീതി അവർക്കുണ്ട്. ഈ കാസയ്ക്കൊന്നും അതൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ സഭാ നേതൃത്വത്തിനുണ്ട്. കരുതലോടെയാണ് സഭാ നേതൃത്വം പ്രതികരിക്കുക. ഇന്നിപ്പം ആൻഡ്രൂസ് താഴത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതായത് സാമാന്യവൽക്കരിച്ചാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുക. അത് ഭയന്ന് അവതരിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, കേരളത്തിലും ഉണ്ടല്ലോ, അതുപോലെ ഛത്തീസ്ഗഡിൽ എന്ന മട്ടിലാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് കേരളത്തിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? അപ്പോൾ അതിന് പറയുന്ന കാരണം 80:20% മറ്റ് സംവരണത്തിൽ ഇവിടെ വന്നല്ലോ. അതായത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം പോലും നടത്താൻ, അതായത് ഇതിൽ ഇനി ഒരു പിണക്കം വരുമോ? അതിട്ട് പറയാണ്, അല്ല BJP-യോടല്ല പറയുന്നത് കേട്ടോ, ബജറംഗ് ദൾ ഇങ്ങനെ ഇതുപോലെ ചില സംഘടനകൾ ഇങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ അദ്ദേഹം പറയേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ പറഞ്ഞത്, ഇപ്പം നമ്മൾ പരാമർശിച്ച ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അതായത് ഈ ഗോൾഡ് വർക്കർ അന്ന് അങ്ങനെയൊക്കെ എഴുതി വെച്ചത് അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മളെല്ലാം ഭായി ആണ് എന്ന പ്രതീക്ഷയും അങ്ങനെയുള്ള പ്രത്യാശയൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, ക്രൈസ്തവ സമുദായത്തിൽ ഇതിപ്പോൾ കത്തോലിക്ക സഭയിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഇത് വലിയ വാർത്തയും സഭാ നേതൃത്വങ്ങൾ അപ്പാടെ ഇത് വലിയ ചർച്ചയ്ക്കും എടുക്കുന്നു. ഇതല്ലാതെ ക്രൈസ്തവ വിശ്വാസികളായ ഒത്തിരി പേരവിടെ ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോഴൊന്നും ഈ മട്ടിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി ഈ ഘട്ടത്തിൽ പറയണം.